ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് രണ്ട് മോഡലിൽ ഫാൻസി പാദസരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റിലത്തെ മോഡൽ ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഗിയർ വയറിനെ കുറച്ച് ലെങ്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സൈഡ് റിങ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഗിയർ ലോക്കാണ്. ഗിയർ ലോക്കും ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഈ ഗിയർ ലോക്ക് ചെയ്യുന്നതെന്ന് എങ്ങനെയാണെന്നുള്ളത് പല വീഡിയോസിലും നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ ആദ്യമേ ഗിയർ ലോക്ക് ഇടുക, അതിനുശേഷം സൈഡ് റിങ് ഇട്ട് കൊടുക്കുക. സൈഡ് റിങ് ഇട്ടതിന് ശേഷം ഗിയർ വയറിനെ തിരിച്ച് ഗിയർ ലോക്കിൽ കൊണ്ടുവയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ പ്ലെയർ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ബാലൻസ് വരുന്ന ആ ചെറിയ ഗിയർ വയറിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ഗോൾഡൻ ബീഡ്സ് ആണ്. ചെറിയ ഗോൾഡൻ ബീഡ് വേണം. പിന്നെ ഡബിൾ ഹോൾ കുന്തനാണ് എടുത്തേക്കുന്നത്. ആ ഒരു കുന്തൻ സ്റ്റോണും പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഗോൾഡൻ പൈപ്പാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റിലെ നമ്മൾ ഗോൾഡ് ബീഡ്സ് ഇട്ടു, പിന്നെ നമ്മൾ കുന്തൻ ബീഡ്സാണ് അതിട്ടു. അതിനുശേഷം വീണ്ടും ഗോൾഡ് ബീഡ്സ് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ ഇതേ കണക്കുള്ള കുന്തൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പല കളറിലെ ബീഡ്സുകളുണ്ട്. ഇപ്പോൾ ക്രിസ്റ്റൽ ബീഡ് വെച്ചും ചെയ്യാം. അതിൻ്റെ ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കുന്തൻ സ്റ്റോൺ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ കുങ്കുരു ഉണ്ടെങ്കിൽ കുങ്കുരു സെറ്റ് വച്ചും ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ കുന്തൻ ഇട്ട സ്ഥാനത്ത് ഈ കുങ്കുരുവോ അല്ലെങ്കിൽ ബീഡ്സോ പല കളറിലെ ബീഡ്സോ ഒക്കെ ഇട്ട് ചെയ്യാം. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യണത്. വീണ്ടും പൈപ്പിനിപ്പുറമായിട്ട് നമ്മൾ ഗോൾഡ് ബീഡ്, അതിനുശേഷം കുന്തൻ, പിന്നെ ഗോൾഡ് ബീഡ്, പിന്നെ പൈപ്പ്. ആ രീതിക്ക് നമുക്ക് എത്രമാത്രം ലെങ്താണോ വേണ്ടിയ അത്രയും ലെങ്ത്തിൽ ചെയ്യാം. ഞാനിപ്പോൾ മോളുടെക്കാലും കുറച്ചും കൂടി വലുത് ആ ഒരു അളവിനാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വലിയവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലിൻ്റെ അളവ് നോക്കിയിട്ട് ആ ലെങ്തിന് ഗിയർ വയർ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്ത് കൊടുക്കും. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ അല്ല, അതിന് മുന്നത്തെ വീഡിയോയിൽ ഫ്രീ കിറ്റ് കൊടുക്കുന്ന പറഞ്ഞു. അപ്പോൾ കുറേ പേര്, ഒരു 150 പേരോളം നമുക്ക് വേണം. 5 പേർക്കാണ് നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞത്. പക്ഷേ അത്രയും പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആർക്കാണോ എന്ന് വെച്ചാൽ ഞറുക്കെടുപ്പിലൂടെ അവർക്ക് ഈ കിറ്റ് 5 പേർക്ക് നമ്മൾ കിറ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോ ഇൻഷാല്ലാ ഉറപ്പായിട്ട് ചെയ്യുന്നതാണ്. തോനെ നീണ്ടു പോവില്ല. ഇതിപ്പോൾ പെരുന്നാളും കാര്യമൊക്കെ ആയതുകൊണ്ടാണ് കുറച്ച് നീണ്ടു പോയത്. അപ്പം നമുക്ക് ഈ രീതിക്ക് തന്നെ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ഭംഗിയാണ്. ഈ കുന്തൻ സ്റ്റോണും കൂടെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ വേറെ കളറുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ചെയ്ത് നോക്കുക. ഈ സെയിം ഗോൾഡൻ പൈപ്പില്ല, വേറെ മോഡൽ പൈപ്പാണെങ്കിൽ അത് വെച്ചും ചെയ്യാമേ. അതിലൊന്നും കുഴപ്പമില്ല. കുറച്ച് പേരുടെ ഡൗട്ടാണ് നമ്മൾ ഈ കാണിക്കണ ഐറ്റം മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെയേ ഇല്ല. നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ഇതേ രീതിക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് ഈ ഒരു മോഡലിലാണ് കിട്ടണത്. ഇപ്പം നമുക്ക് ഈ സെയിം മോഡലിൽ നമുക്ക് മാലയായിട്ടും ചെയ്തിടാവുന്നതാണ്. മാല ചെയ്യാം. ഇത് കുറച്ചും കൂടെ ലെങ്ത് ആക്കി കൊടുത്ത് മാലയുടെ ഹൂക്ക് മാത്രം വയ്ക്കണമെന്നേ ഉള്ളൂ. അത് നല്ല ഭംഗിയായിരിക്കും. അത് കൂടുതൽ ഇറക്കം വയ്ക്കാതെ നമ്മുടെ ആ നെക്കിൽ അടുത്ത് കിടക്കുന്ന ആ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതിപ്പോൾ ഞാനത് ചെയ്ത് കാണിക്കണില്ല. ഈ സെയിം രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം നമ്മളിത് കൊലുസായിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. നമ്മളിതുപോലെ ആദ്യം ചെയ്ത കണക്ക് സൈഡ് റിങ്ങും അതുപോലെ ഗിയർ ലോക്കും ഇട്ട് ഇതിനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഗിയർ വയറിനെ ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം പ്ലെയർ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബാലൻസ് തന്നതിന് ഇതുപോലെ കട്ട് ചെയ്യുക. ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് കൊലുസിൻ്റെ കൊളുത്താണ് വേണ്ടിയത്.
ഇതുപോലെ നമുക്ക് കൊലുസിൻ്റെ കൊളുത്തെടുത്ത് 2 സൈഡിലായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഒന്നും അറിയാനില്ല, നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാം. പുറത്തുനിന്ന് നമ്മൾ വെറുതെ പൈസ കൂടുതൽ കൊടുത്ത് വാങ്ങിക്കുകയേ വേണ്ട. തുച്ഛമായ ചിലവേ നമുക്കിതാവത്തുള്ളൂ. ഇപ്പം ഞാൻ ഇതിൻ്റെ മുന്നേ ഒരെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കൊലുസ് ഒരു മോഡൽ റെഡിയായി. അടുത്തത് ഇതിൽ നിന്നും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. അത് സ്റ്റോൺ ചെയിൻ വെച്ചിട്ടാണ് ചെയ്യണത്. സ്റ്റോൺ ചെയിന് നമുക്ക് കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇപ്പം നമുക്ക് ഈ സ്റ്റോൺ ചെയിനിലൊന്നും ഗിയർ വയറോ അല്ലെങ്കിൽ സൈഡ് റിങ്ങോ ഒന്നും കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എടുത്തേക്കുന്നത് നമ്മൾ ടിയാരോ മേക്ക് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഗിയർ വയർ ഇല്ലേ, സിൽവർ കളറിൽ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സ്റ്റോൺ വിട്ടിട്ട് ഇതുപോലെ ഗിയർ വയറിനെ ഇതിനകത്തൂടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഗിയർ വയറിനകത്ത് തന്നെ നമുക്ക് സൈഡ് റിങ് ഇട്ട് കൊടുക്കാം. എൻ്റെ സിൽവർ കളർ സൈഡ് റിങ് ഇല്ല, ഒരു ജംറിങ് ആണ് ഞാൻ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണിച്ച് തരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ബാലൻസ് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റുക. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത സൈഡ് നമ്മൾ ഇതുപോലെ ചെയ്യാം. ഒരു സ്റ്റോൺ വിട്ടിട്ട് നമ്മൾ ഗിയർ വയർ ചുറ്റി കൊടുക്കുക. അതിനകത്ത് തന്നെ ഇതുപോലെ സൈഡ് റിങ്ങും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ഈ സ്റ്റോൺ ചെയിൻ വെച്ചിട്ട് മാല, കമ്മൽ, കൊലുസ്, അതുപോലെ വള എല്ലാ ഐറ്റവും ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോകൾ കണ്ടു നോക്കുക. അപ്പം നമ്മൾ ഇതുപോലെ 2 സൈഡിലും നമ്മൾ സൈഡ് റിങ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് വേണ്ടത് കൊലുസിൻ്റെ കൊളുത്താണ് വേണ്ടിയത്. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് കിലുങ്ങുന്ന ടൈപ്പ് കൊളുത്താണ്. നമുക്ക് ഈ കൊളുത്തിനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കൊലുസ് 2 മോഡൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കൊലുസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് ഇടുക.